ബാക്ക്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. 13-കാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തസ്മീത്തിനായുള്ള അന്വേഷണം അസമിലേക്ക് നീണ്ടേക്കും. ഐലൻഡ് എക്സ്പ്രസിൽ കന്യാകുമാരിയിൽ വന്നിറങ്ങിയ പെൺകുട്ടി വിവേക് എക്സ്പ്രസിൽ കയറിയെന്നാണ് സംശയം. കന്യാകുമാരിയിൽ നിന്ന് അസമിലേക്കുള്ള ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. RPF സംഘം ട്രെയിനിൽ പരിശോധന നടത്തുകയാണ്. ഇന്നലെ പുറപ്പെട്ട വിവേക് എക്സ്പ്രസ് ഇപ്പോൾ വിജയവാഡയിലേക്ക് എത്തുകയാണ്. കന്യാകുമാരി സ്റ്റേഷനിലെ 4ഉം 5ഉം പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ CCTV പരിശോധനയും നടത്തുന്നു. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു കന്യാകുമാരിയിൽ നിന്ന്. റോഷിപാൽ, വീണ്ടും കന്യാകുമാരിയിൽ നിന്നുള്ള യാത്രാപഥം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അസമിലേക്കുള്ള ട്രെയിൻ വിവേക് എക്സ്പ്രസ് ഇപ്പോൾ വിജയവാഡയിൽ 5:50 എത്തും എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുഞ്ഞിന്റെ കന്യാകുമാരിയിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് ഇപ്പോൾ RPFന്റെ കൈവശം കിട്ടിക്കഴിഞ്ഞു. സ്മൃതി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി എത്തിയെന്ന് സ്ഥിരീകരിച്ചു. ആ ദൃശ്യങ്ങൾ RPF അതിന് ലഭിച്ചു. സംസ്ഥാന പോലീസ് കഴക്കൂട്ടത്ത് നിന്നെത്തിയ പോലീസ് സംഘം അത് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സമാനമായി തന്നെ ഇവിടെ നിന്നും വെള്ളമെടുത്ത് അതേ ട്രെയിനിൽ തന്നെ കയറി. പക്ഷേ ആ കുട്ടി പിന്നീട് അതേ ട്രെയിൻ അത് പിന്നീട് ചെന്നൈയിലേക്ക് പോവുകയാണ്. ഐലൻഡ് എക്സ്പ്രസ് പിന്നീട് ചെന്നൈയിലേക്കാണ്, അത് ചെന്നൈ എക്സ്പ്രസ്സായി മാറുകയാണ്. അത് 5:50 അത് ഇവിടെ നിന്നും പോവുക ചെന്നൈയിലേക്ക്. ആ എക്സ്പ്രസ്സിൽ ആ കുട്ടി ചെന്നൈയിലേക്ക് യാത്ര തുടർന്നോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് സംഘം. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ചു കയറിയതിന് ശേഷം ആ ട്രെയിൻ പോയോ എന്നാണ് ഇനി ഉറപ്പുവരുത്തേണ്ടത്. ആ ട്രെയിൻ പോവുകയാണെങ്കിൽ ആ കുട്ടി ആ 5:50 ശേഷം ചെന്നൈയിലേക്ക് ആ ട്രെയിൻ പോയതിന് ശേഷം കുട്ടി ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്തണം. അതിനാണിപ്പോൾ CCTV ദൃശ്യങ്ങൾ വളരെ വിശദമായി തന്നെ വീണ്ടും പരിശോധിക്കുന്നത്. ഏതായാലും കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ട്, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. RPF സംഘം അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും നിർണായകമായ നിമിഷമാണ് ഇപ്പോൾ പോലീസ് സംഘം കഴക്കൂട്ടത്ത് നിന്നെത്തിയ പോലീസ് സംഘം വീണ്ടും അവരെ RPF സംഘം വിളിച്ചു വരുത്തി അവർ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ കന്യാകുമാരിയിലെ RPFന്റെ ഓഫീസിലെ CCTV കൺട്രോൾ റൂമിൽ ഏറ്റവും നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത്. സുജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രമാത്രം: ഈ ട്രെയിനിൽ 3:50 ഈ ട്രെയിനിൽ നിന്നും കുട്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയത്. കന്യാകുമാരിയിലെത്തിയ ഐലൻഡ് എക്സ്പ്രസിൽ നിന്നും 3:50 കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ കുട്ടി വീണ്ടും അതേ എക്സ്പ്രസിൽ തന്നെ ഐലൻഡ് എക്സ്പ്രസിൽ തന്നെ കയറി. ആ എക്സ്പ്രസ് പിന്നീട് 5:50 ആ എക്സ്പ്രസ് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിലേക്ക് 5:50 പോയ ആ എക്സ്പ്രസിൽ തന്നെ ഈ കുട്ടി ചെന്നൈയിലേക്ക് യാത്ര ചെയ്തോ എന്നതാണ് ഉറപ്പുവരുത്തേണ്ടത്. ആ ട്രെയിൻ പോയതിനു ശേഷവും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കന്യാകുമാരിയിൽ നിന്ന് അസമിലേക്കുള്ള ട്രെയിൻ അത് അതേ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ കുട്ടി വന്നിറങ്ങിയതിന്റെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെ ആണോ വന്ന് നിന്നത്? അതിന്റെ ഒരു യാത്രാപഥം പരിശോധിക്കുകയാണെങ്കിൽ ദിബ്രുഗഡിലേക്ക്, അസമിലെ ദിബ്രുഗഡിലേക്ക് വെള്ളിയാഴ്ച രാത്രി 8:47 ട്രെയിൻ എത്തിച്ചേരേണ്ടത്. അതിന്റെ അറൈവൽ ടൈം കാണിക്കുന്നത് അങ്ങനെയാണ്. ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ട ഈ വിവേക് എക്സ്പ്രസ് അസമിലെ ദിബ്രുഗഡിൽ എത്തിച്ചേരുക മറ്റന്നാൾ രാത്രി 8:47 അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ആ ട്രെയിൻ ഒന്ന് പരിശോധിച്ചതല്ലേ? പാലക്കാട് ഒക്കെ എത്തിയപ്പോൾ ഒന്ന് പരിശോധിച്ചിരുന്നില്ലേ? ഇതേ സംശയം ഇന്നലെയും ഉയർന്നിരുന്നില്ലേ റോഷിപാൽ? സുജയ്, ഇന്ന് ഇപ്പോൾ ഹാസ്യക്കുഴപ്പം തന്നെയാണ്. കാരണം ഒന്ന്, നേരത്തെ നാഗർകോവിൽ കുട്ടി ഇറങ്ങുകയും വെള്ളമെടുത്ത് ഈ ഐലൻഡ് എക്സ്പ്രസിലേക്ക് തിരിച്ചു കയറിയെന്ന ദൃശ്യങ്ങളോട് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പിന്നീട് ഈ വിവേക് എക്സ്പ്രസിലേക്ക് കുട്ടി കയറിയെന്ന സംശയം പോലീസിന് ഉണ്ടായത്, ഈ അന്വേഷണ സംഘത്തിനുണ്ടായത്. അത്തരം പരിശോധന മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി കുട്ടി കന്യാകുമാരിയിലെത്തിയ ഐലൻഡ് എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും തിരിച്ച് അതേ എക്സ്പ്രസിലേക്ക് കയറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ RPFന് ലഭിച്ചത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൻ്റെ പകർപ്പ് അവർ കൈമാറാൻ തയ്യാറല്ല നിലവിൽ. കാരണം അത് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ്. ആ എക്സ്പ്രസ് ഇവിടെ നിന്ന് പോയി എന്ന് സ്ഥിരീകരിച്ചാൽ, പോകുമ്പോൾ ആ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഒരു പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ്. വിവേക് എക്സ്പ്രസ് തൊട്ടടുത്തുണ്ട്, പക്ഷേ വിവേക് എക്സ്പ്രസിൽ കയറുന്ന ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ പരിശോധന നടക്കുന്നു. പൂർണ്ണമായും തള്ളാൻ കഴിയില്ല. അസമിലേക്കുള്ള വിവേക് എക്സ്പ്രസിലാണോ കുട്ടി കയറിയത്,
അല്ലെങ്കിൽ ഐലൻഡ് എക്സ്പ്രസിൽ അതിൽ കന്യാകുമാരിയിൽ നിന്നും അത് കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്നുള്ള RPFന്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. തിരുവനന്തപുരം സെൻട്രലിൽ വിവേക് എക്സ്പ്രസ് എത്തേണ്ടതാണ്. കന്യാകുമാരിയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നത് ഇനി അന്വേഷണം കൂടുതൽ അവിടെ കേന്ദ്രീകരിച്ചാണോ? ഈ കുട്ടി എന്നല്ല കൺഫേം ആണോ? വിഷ്വൽസ് നല്ല ചെക്ക് ചെയ്താലേ പറ്റുള്ളൂ. നമ്മളത് ദൂരെ കാണുന്ന വിഷ്വലല്ലേ, കറക്റ്റ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയാലേ പറ്റുള്ളൂ. അത് പരിശോധിക്കണം. ചെക്ക് ചെയ്താൽ അല്ല, നോക്കുന്നുണ്ടോ? നോക്കിയാലേ പറ്റുള്ളൂ. നോക്കാൻ പോവാം. ഇപ്പോൾ RPF സംഘത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ കുട്ടി ഏത് ട്രെയിനിലാണ്, അതായത് ചെന്നൈയിലേക്ക് തിരിച്ചു പോകുന്ന കന്യാകുമാരിയിൽ നിന്നുള്ള കുട്ടി വന്ന അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറി അതിൽ ചെന്നൈയിലാണ് സഹോദരൻ എന്നാണ് കുഞ്ഞിനറിയാവുന്നത്. പക്ഷേ സഹോദരൻ ഇപ്പോൾ ബംഗളൂരുവിലാണ്. അപ്പോൾ ചെന്നൈയിലേക്ക് പോയോ അതോ അപ്പുറത്ത് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന വിവേക് എക്സ്പ്രസിൽ കയറിയോ? 5:25 അവിടെ നിന്ന് വണ്ടി പുറപ്പെടുക. അത് ആ ട്രെയിൻ അവിടെ ഈ കുട്ടി വന്നിറങ്ങുന്നതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതവിടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെടുന്നു. ഇനി പോയത് അസമിലേക്കാണോ ചെന്നൈയിലേക്കാണോ? അങ്ങനെയുള്ള 2 സാധ്യതകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇതിൽ ഒന്നിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം, അല്ലേ റോഷിപാൽ? അതിനുള്ള ഉത്തരത്തിലേക്ക് എത്തും. അസമിലേക്ക് കുട്ടി പോയോ? അസമിലെ ദിബ്രുഗഡിലേക്കുള്ള അവസാന സ്റ്റോപ്പായ വിവേക് എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇന്നലെ 5:40 അത് പുറപ്പെട്ടിട്ടുണ്ട് ആ ട്രെയിൻ ഇപ്പോൾ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച രാത്രി 8:47 മാത്രമാണ് ദിബ്രുഗഡിൽ എത്തുക. അപ്പോൾ ഈ ട്രെയിനിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടോ എന്നത് അറിയണം. ഇപ്പോൾ മോഡുകുറു എന്ന സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം സുണ്ടുറു ഉണ്ട്. തെനാലി ജംഗ്ഷനാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പ് വരുന്നത്. ഇതിൽ ഈ ട്രെയിൻ നിർത്തുന്ന ഇടങ്ങൾ, അതായത് വിജയവാഡയിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് 5:50 കൂടിയായിരിക്കും. 5:50 വിജയവാഡ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഈ വിവേക് എക്സ്പ്രസ് എത്തിച്ചേരും. അപ്പോൾ വിജയവാഡ ജംഗ്ഷനിലാണ് ഇനി വിശദമായ പരിശോധന നടക്കുക എന്നത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ചെറിയ സ്റ്റേഷനുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മൊഡുകുറു എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. വിവേക് എക്സ്പ്രസ് വിജയവാഡ ജംഗ്ഷനിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 5:50 എത്തിച്ചേരും. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഈ കുട്ടിക്ക് പിന്നാലെ കുട്ടിയെ തെരഞ്ഞുകൊണ്ട് കുഞ്ഞ് വീട്ടിലെത്തുന്നത് വരെ, അത് സുരക്ഷിതമായി എത്തുന്നു എന്ന് അറിയുന്നത് വരെ നമുക്കും ഒരു മനസ്സമാധാനമില്ലല്ലോ. നമ്മളെല്ലാവരും, മലയാളികൾ എല്ലാവരും ആ കുഞ്ഞ് എത്രയും സുരക്ഷിതയെ തിരിച്ചെത്തണം. കാരണം നമ്മുടെ അതിഥിയായി കേരളത്തിലേക്ക് വന്ന ഒരു കുടുംബത്തിലെ മകളാണ് ആ 13-കാരി.